ഗൈസ്, ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായോ? ദേ നിങ്ങൾ വരേ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നീ കണ്ടോ, അഖിലാഞ്ചിയിലേക്കാണ് നമ്മൾ പോണേ. ഫസ്റ്റ് നമ്മൾ പോയത് ദേ ഇവിടേക്കാണ്. ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് പാർക്ക് കിടക്കും, അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇതാണ് ഫൺ സ്റ്റേഷൻ. ഇവിടെ കാർ റേസിംഗൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ അഖിലാഞ്ചി അല്ല, നല്ല സ്പെഷ്യൽ അഖിലാഞ്ചിയാണ്. കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ അങ്ങോട്ട് കയറി കേട്ടോ. ഇനി നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ ആ ബിൽഡിംഗ് ഉണ്ടോ, അത് വെച്ചിട്ടില്ലേ, അവിടെ കുറേ ബാസ്കറ്റ് ബോളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് കയറാം. പൈസ കൊടുക്കണ്ട, ചെരുപ്പ് ഊരിയിട്ട് കയറാൻ പറ്റും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കേ കയറാൻ പറ്റുള്ളൂ. ഞാനും ഷിലിയും കുഞ്ഞാറ്റയും കൂടെ ഓടിക്കയറി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ ആ ബോളിൻ്റെ ഇത് കയറി. പിന്നെ അമ്മ വിളിച്ചപ്പോൾ കാർ റേസിംഗ് എന്തോ കളിക്കാനാണ്. അപ്പോൾ കുഞ്ഞാറ്റ ഇറങ്ങി വന്ന് ഷിലി ബോളിൽ കയറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ബോളിൽ കയറാൻ പോയി. അപ്പോൾ ഞാനും ബോളിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു. ഞാനോർത്ത് ഈ സ്ലൈഡ് എവിടെയാണ് ഇരിക്കണേന്ന്. ഈ സ്ലൈഡ് അറിയത്തില്ലായിരുന്നു എനിക്ക് എവിടെയാണെന്ന്. അപ്പം ഞങ്ങൾ കുറേ നേരം കളിച്ച് ബോളെന്ത് ഞാൻ നീന്തി പോവുന്നതിൻ്റെ അത് നല്ല സ്വിമ്മിങ് പൂള് ബാസ്കറ്റ് ബോളൊക്കെ ഇടുന്നു. ഞാൻ ഈ ബാസ്കറ്റ് ബോളൊക്കെ ഇട്ടിരിക്കാൻ ഇവിടെ ഇല്ലേ, ഇവിടെ ഒരു ബാസ്കറ്റ് ബോളുണ്ട്. ഞാൻ ഇവിടെ ബാസ്കറ്റ് ബോളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികളുടെ പാർക്കാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് ചെന്നപ്പോൾ സ്റ്റെപ്പ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ലൈഡിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ ഞാൻ നേരെ സ്ലൈഡിൽ കയറി. അപ്പോൾ ഞാൻ സ്ലൈഡിൽ കയറി തീട്ടി വന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഈ ജമ്പിങ് സാധനത്തിൽ കയറി. ഇതിൽ കുറേ നേരം ഞാൻ ജമ്പ് ചെയ്ത് കളിച്ചു. എനിക്ക് ഈ ജമ്പിങ് സാധനം നേരത്തെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ അതെല്ലാം കളിച്ച് ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സമയം പോയെന്നത് അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഊഞ്ഞാലിൽ കയറാൻ പോയി. അപ്പോൾ കുഞ്ഞാറ്റേശിലിയും കൂടെ തുള്ളി. അങ്ങനെ ഞാനാണെങ്കിൽ നീന്തി പോയി. ഞാൻ നീന്തി പോവേണേ. എന്താണെന്ന് വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. ഇത് ബോളൊക്കെ തീറ്റി പോണി, അതുകൊണ്ട് ഞാൻ നീന്തി പോയാൽ. ഈ സാധനം എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. ശരി കയറി അതിൻ്റെ അകത്ത്. ഞാൻ കയറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു വശം അച്ഛനെ ഹെൽപ്പ് ചെയ്ത് തന്നാലും ഞാൻ കയറത്തുള്ളൂ. ശരിയാണെങ്കിൽ കയറിയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കി പിടിച്ചില്ല. കയറുമെന്ന് പറഞ്ഞു. കുഞ്ഞാറ്റ അപ്പം പറയാൻ എനിക്ക് കയറണമെന്ന് ചെറുത്. എന്നിട്ട് കുഞ്ഞാറ്റ കയറി അച്ഛ കയറ്റി കുറത്ത് കുഞ്ഞാറ്റേനെ. ഞങ്ങൾ കാർ റേസിംഗൊക്കെ എത്തിയ ഗൈസ്. അപ്പം നമ്മൾ കാർ റേസിങ്ങിൻ്റെ സ്ഥലത്തെത്തി. അവിടെ കുറേ ഈ ബാസ്കറ്റ് ബോളൊക്കെ ഉണ്ട്. ഇതിൽ പോയിൻറ്റ്സൊക്കെ വരും. 2 പേർക്കായിട്ടാണ് കളിക്കാൻ പറ്റുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ബോളിൻ്റെ ഇതാണ്. ഇത് ഒരു സാധനം. ഇത് കുഞ്ഞാറ്റ ആദ്യം ഹെലികോപ്റ്ററിൽ കയറി. ഇത് കുഞ്ഞാറ്റ ചാറ്റിയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ട്. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞാറ്റ ഇഷ്ടപ്പെട്ടു കുഞ്ഞാറ്റക്ക്. അപ്പം സ്റ്റാർട്ടാക്കി. ഇങ്ങനെയാണ് കുഞ്ഞാറ്റ റോക്കറ്റ് പോലെ ഡ്രോ എന്ന് പറഞ്ഞ് പോവേണ്. വണ്ടി ഓടിച്ചു കുഞ്ഞാറ്റെന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കയറണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഹോൾസിൽ കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഹോൾസ്. ജമ്പ് ചെയ്യാനൊക്കെ പറ്റും ഹോൾസിൽ. നല്ല രസമുണ്ടായിരുന്നേ. ഈ കുഞ്ഞാറ്റ ഇങ്ങനെ പൊങ്ങിനകത്ത് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുതിരയെ കയറാൻ പോയായിരുന്നു. അച്ഛയോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുതിരയിൽ കയറിയിട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് ഇത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് എല്ലാം ഉദ്ദേശിച്ച് ഇത് എനിക്ക് ഇങ്ങനെ ആക്കി. ഗൈസ്, അപ്പോൾ ഞാൻ ഹോൾസിൽ കയറി സ്റ്റാർട്ടാക്കി. എനിക്ക് ഇഷ്ടമായി. ഇതിങ്ങനെ ജമ്പ് ചെയ്ത് ആദ്യം വെച്ചപ്പോൾ തന്നെ പേടിച്ചു പോയി. ഇതിങ്ങനെ
ജമ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ കുടുകുടുന്ന് പറഞ്ഞൊക്കെ പോകണ്ടായിരുന്നു. അതിൽ പിടിക്കാതെ ഇതിലൊക്കെ പിടിക്കാൻ അമ്മ പറയും എനിക്ക് അതിൽ പിടിക്കണമെന്ന് എടുക്കണം. ഞാൻ ആ സാധനമൊക്കെ കണ്ടിട്ടില്ലേ. എനിക്ക് ഈ ടോയ്സ് ഒക്കെ കളക്ട് ചെയ്യാമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ടോയ്സ് ഒന്നും എനിക്ക് കളക്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ടോയ്സൊക്കെ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. ഇത് ജമ്പൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആക്കാൻ പറ്റും. അപ്പം തട്ടിയെങ്കിലും കുഞ്ഞാറ്റ് വന്നിട്ട് എൻ്റെ ഇവിടെയൊക്കെ വന്നിട്ട് കളക്ട് ചെയ്യണം. ഇങ്ങനെ അവിടെ കാർ റേസിങ് വേണമെന്ന് ശരി പറയണം. കാർ റേസിങ് ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഈ കാർ റേസിങ്ങൊക്കെ കളിക്കാൻ നല്ല രസമാണ്. ഈ കുതിരേനെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അതേ ബോൾസ് ചാടാൻ പറ്റുമല്ലോ. ഇത് ചാടാൻ പറ്റും. ഇങ്ങനെ ചാടുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അതിൽ കയറി കുറേ നേരം ഇരുന്ന്. അടുത്ത സിലിയാണ് കയറാണ്. സിലി കയറുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ വേറെ പണിക്ക് പോയി. 3, 2, 1 ഗോ. ഇങ്ങനെ ഇപ്പം പുള്ളി കുച്ചിയുടെ അടുത്ത് ഇരിക്കുള്ളായിരിക്കും. കുച്ചിയുടെ അടുത്ത് ഇരിക്കുള്ളൂ. ഗൈസ് കുഞ്ഞാറ്റയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ ഇതൊക്കെ വളച്ചു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയില്ല. അത് വളക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന പോലെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലും കയറി ബാക്കി ഇങ്ങനെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ അടുത്തത് പിങ്കിയപ്പ അച്ഛൻ കൂടെ അതെ ഈ ഇത് ചെയ്തു. ഇതെന്താന്ന് വെച്ചില്ലേ തവള അല്ല ഈ ഒരു ഫോളിൽ കൂടെ ഇങ്ങനെ ബോൾ വരും. ഇങ്ങനെ ഏറോന്ന് ചാടി ചാടിയാന്ന് പറഞ്ഞാൽ ഇത് അവരവരുടെ സ്ഥലത്തിൽ ഒരു തവള ഇങ്ങനെ പായുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. ആ തവളയുടെ ഫോളിൽ കൂടെ ഇടണം. അതാണ് ഇതിൻ്റെ ടാസ്ക്. ഇതിലിട്ട് ഭയങ്കര ടാസ്ക്. ഒരു കൈ വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല 2 കൈ വെച്ച് ചെയ്യാൻ പറ്റില്ല. 2 കൈ വെച്ചാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പം അതെ അച്ഛൻ മിക്കവയും കൂടെ നന്നായിട്ട് ചെയ്ത് ഞങ്ങളുടെ ഇതിലേക്കായിട്ട് അടുത്തത് കുഞ്ഞാറ്റയും മിക്കപ്പം ഇങ്ങനെ കളിച്ചത് കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാനും കളിക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ പറയാണ് എന്നെ കൂടെ കൂട്ടെന്ന് പറഞ്ഞാണ്. അന്നിത് അച്ഛയും ശിലിയും കൂടെ ഒരു സാധനം ചെയ്തതാണ്. ഇത് സ്റ്റാർട്ട് ഈ പോയിന്റ്സ് ആണ് കേട്ടോ. അച്ഛക്ക് ഇപ്പം 0 പോയിന്റ് ആയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ഞാനും കൂടെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛയുടെ കൂടെ ഞാനും കളിച്ച്. അപ്പം അച്ഛയുടെ ടീം ഞാനാണ്. അപ്പോൾ എനിക്ക് 1 പോയിന്റ് ആയി അച്ഛക്ക്. അപ്പോൾ ഞങ്ങൾ കുറേ ഞങ്ങൾക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടുന്നത്. എല്ലാത്തിനും ഞാനാണ് കൂടുതൽ പോയിന്റ്. അപ്പോൾ തട്ടി ഇതുപോലെയാണ് വന്നത്. ചിലി കളിച്ച് ഇനി ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അതിങ്ങനെ ചെയ്യണം. അപ്പോൾ അച്ഛൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ടിരുന്ന് ചെയ്ത് ഞാനും ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി കേട്ടോ. 2 പോയിൻ്റായി. എത്ര പോയിൻ്റായെന്ന് നോക്കി കുറേ പോയിൻ്റായി. പോകണം എനിക്ക് എല്ലാ വീഡിയോസും കാണാം. നാനുമോട്ടോ. അപ്പോൾ എനിക്ക് തിന്നാൻ പറ്റും. അടുത്തത് ഈ സാധനം ഭയങ്കര ടാസ്ക്കാണ്. ഇത് പിടിച്ചില്ലെങ്കിൽ അവിടുത്തെ ഇതാവും. എനിക്ക് ടെഡി ബിയർ കിട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയില്ല. പോയി പാളിപ്പോയി. കുറേ നേരം ഉണ്ടായിരുന്നു. ഇത് ശിലി ഞാൻ അച്ഛയാണ് കളിച്ചത്. ഒരെണ്ണം കൂടെ കളിക്കട്ടെ എന്ന് അച്ഛ വിചാരിച്ചു. അങ്ങനെ അച്ഛ വിചാരിച്ച സാധനം ഒരെണ്ണം കൂടെ അച്ഛ കളിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സൗണ്ട് ഒക്കെ എന്ത്
ഈ സൗണ്ടൊക്കെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ സൗണ്ട്. ഈ ഓൺ ആക്കുമ്പോഴുള്ള സൗണ്ടില്ല, അത് ഭയങ്കര രസമായിരുന്നു. നല്ല രസമുണ്ട്. രണ്ടാമത്തെ ആണെങ്കിൽ കുറേ ചെയ്ത് ഞങ്ങൾ വന്നിട്ടും ഡോളിനെ കിട്ടിയില്ല. ഭയങ്കര ടാസ്ക് ആയത്. ഇതൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ പൊസിഷൻ കൊണ്ടേക്ക്. അയ്യോ അത് പോയി ഗൈസ്. ഇതുവരെ ഇങ്ങനെ പോയാൽ അങ്ങനെ ഇരിക്കും സാധകം. അതെ ഇത് കണ്ട, ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്തത്. കളി അങ്ങനെയാണ്. ഇത് കണ്ട 0 പോയിന്റ്സ്. ഇത് നമുക്ക് പോകുന്നവരിക്കാണ്. എനിക്ക് വയ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പക്ഷേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പാടില്ല, പോകുന്നവരിക്കും നമുക്ക് കാണാം. അപ്പോൾ അതെ ഇത് ഫസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ്, നമുക്ക് കാണാം. കുഞ്ഞാറ്റ ജസ്റ്റ് ഒന്ന് കുതിര കയറി ഇരുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. കുലുമത്തൊന്നുമില്ല. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു, അത്രയുള്ള കാര്യം. ഇറങ്ങാന്നൊക്കെ അടുത്ത കുഞ്ഞാറ്റ ഇറങ്ങി തന്നെ പോയി. കുഞ്ഞാറ്റക്ക് റീലെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒന്നും പോഷസ് നോക്കാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. എന്നിട്ട് നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഹലോ ഗൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കിതേ ഈ കളി ശരി ചെയ്തു. ഇതെന്ത് കളിയാണെന്ന് വെച്ചാൽ ബോളിൽ ഉരുട്ടി ഒരു ഡി ഹോളിൽ കൊണ്ടുവരണം. ആ മുട്ട ഹോളിൽ കൊണ്ടുവരണം. അതാണ് ഇതിൻ്റെ ടാസ്ക്. ഇത് കണ്ടേ, കറക്കി തിരിച്ച്. അപ്പം എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ശരി അത് ചരിച്ചിട്ട് ഒന്നും കൂടെ ആ മൂലക്കിട്ടിട്ട് വളച്ചു കൊടുത്തു. ആ ബോളിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ബോളൊക്കെ തിരിച്ചു വരും. അതെനിക്ക് എങ്ങനെ വന്നപ്പോൾ ലോക്കിൽ കിടന്ന് എനിക്ക് ശരി കറക്കി എങ്ങനെയൊക്കെയോ ഒന്നെടുത്ത് അടുത്തത് അച്ഛ കറക്കാൻ തുടങ്ങി. ചില്ലിയായിരുന്നു വെച്ച് പിന്നെ ഞങ്ങൾ ബിൽഡിംഗ് പാർക്കിലേക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഈ പാർക്ക് മാത്രമല്ല, വേറെ കുറേ പാർക്കൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ സൈക്കിളൊക്കെ ചവിടാൻ പറ്റും ഈ പാർക്കിൽ. ഇതിൻ്റെ പേരാണ് അഖിലാഞ്ചി എന്നാണ്. ഈ അഖിലാഞ്ചി നിങ്ങൾക്ക് വന്ന കുറേ ഐറ്റംസ് കാണാം. ഇവിടെ വന്നാലാണ് കുറേ ഐറ്റംസ് കാണുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഞങ്ങൾ പോണ കാഴ്ചകളാണ്. ഞങ്ങളുടെ സൈക്കിൾ ഔട്ടിക്കൊണ്ട് പോകണം. ഇത് നിങ്ങൾക്ക് കാണുന്നോ? ഇപ്പം പോയത് ഞാൻ കിടന്ന് തുള്ളി കളിക്കുക. ആരോ ഇപ്പം സൈക്കിൾ കൊണ്ടുപോയി. അത് വേറെ പിള്ളേരായിരിക്കും എന്നാ തോന്നുന്ന. അപ്പം ഇതൊക്കെ കാഴ്ചയാണ്. ഇതാരാണ്? അതാരാണ്? അത് ശരിയാണ്. സൈക്കിൾ ചവിട്ടി കൊണ്ടുപോവാം. ഇവിടെ സൈക്കിളുണ്ട്. അപ്പം ഞങ്ങളൊക്കെ സൈക്കിൾ എടുത്ത് പോവുകയാണ്. സൈക്കിളും ചവിട്ടിക്കൊണ്ട് പോവാൻ ഞാനാണെങ്കിൽ ശീലി പോണോണ്ട് ചന്ത വിട്ട് കുന്തം നിന്നു. അപ്പം ഞാനും സൈക്കിൾ എടുക്കാൻ വേണ്ടി ഓടുവാന്നാ തോന്നുന്നു. ചിലം ഞാൻ ഓടാൻ പോവാന്നേ. എനിക്ക് തോന്നി ഞാൻ ശീലിയുടെ സൈക്കിൾ കയറുമ്പോൾ ഓടുവന്ന്. ഞാൻ ഇറങ്ങി ചെരുപ്പൊക്കെ അമ്മയുടെ കൈ കൊടുത്തിട്ട് ഓടി വന്നാൽ ഞാൻ അമ്മയുടെ കൈ കൊടുത്ത് ചെരുപ്പ് വന്നിട്ട് സൈക്കിൾ ഓട്ടാൻ പോയി. ചെരുപ്പ് ഇട്ടുകൊണ്ട് ചെരുപ്പില്ലാതെ എന്നിട്ടാണ് പോയത്. ഞാൻ കുഞ്ഞാറ്റൊപ്പം ഓടി വന്ന് കുഞ്ഞാറ്റനെ ഊഞ്ഞാലാടാൻ വേണ്ടിയാണ്. കുഞ്ഞാലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ ഫോണാണെങ്കിൽ ഫോൺ കൊടുത്താൽ നന്നായിട്ട് കാണും. അതുകൊണ്ട് ഞങ്ങൾ ഫോൺ കൊടുക്കാറില്ല. ഫോൺ എങ്ങാനും കണ്ടാൽ അത് വേണമെന്ന് പറയും. അതുകൊണ്ട് കുഞ്ഞാറ്റിനെ ഫോൺ കാണിക്കാൻ പറ്റത്തില്ല. മിഠായി അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെയാണ് അപ്പം ശരി വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. ഇവിടെ കുറേ കുഞ്ഞാറ്റ ഇവിടെ ലേസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ച ലേസാണ്. എനിക്ക് ചുമന്ന ലേസാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഓറഞ്ച്. പിന്നെ ഞങ്ങൾ തിരിച്ച് പാർക്കിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. പിങ്കപ്പൊക്കെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടു പോകുന്നു. അപ്പം കുഞ്ഞാറ്റെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടു പോവേണ്.
അച്ഛൻ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ നല്ല രസം ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റ അപ്പം എൻ്റെ സൈക്കിളിൽ കയറി കളിക്കുകയാണ്. ആ സൈക്കിളല്ല, ആ സൈക്കിള്. കുഞ്ഞാറ്റ നമുക്ക് സംസാരിക്കേണ്ടെന്ന് പറയാം. കുഞ്ഞാറ്റെ വലിയൊരു സംസാരിക്കുന്നുണ്ടോ? ലോകീശ്വര ഒന്നും സംസാരിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഞങ്ങൾ തിരിച്ചു പോയി. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.